ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ചാണ് കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് തരൂരിൻ്റെ കുറേ പരാമർശങ്ങൾ ലേഖനങ്ങൾ എഴുതുകയാണ്. ശരിക്കും കോൺഗ്രസിൻ്റെ നട്ടൽ ഒടിക്കുന്ന തരത്തിലുള്ള നല്ല ഉഗ്രൻ ലേഖനങ്ങളാണ് എഴുതുന്നത്. ഇപ്പം നിലവിൽ ഇന്ന് തന്നെ ഓരോ ദിവസം അടുപ്പിച്ചാണ് പറയുന്നത്. ഇന്ന് പറയുന്നത് മോദി വ്യക്തിപ്രഭാവമുള്ള നേതാവെന്നാണ്. ഇത്തരത്തിൽ തരൂർ അങ്ങോട്ട് പോയാൽ കോൺഗ്രസ് എന്ത് തീരുമാനത്തിലെത്തും? അല്ല, കോൺഗ്രസിൻ്റെ MP ആണ് ശശി തരൂർ. പക്ഷേ കുറച്ചു കാലങ്ങളായി തന്നെ BJPയുടെ വക്താവായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. BJP വക്താക്കൾ എന്താണോ പറയുന്നത് അതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ വ്യക്തതയോടെയാണ് ശശി തരൂർ പറയുന്നത്. അദ്ദേഹം തുടർച്ചയായി തന്നെ പറയുന്നതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ BJP പ്രവേശനം എന്ന ലക്ഷ്യം തന്നെയാണ്. അത് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് അത് വലിയ രീതിയിൽ ഇപ്പോൾ പരിഗണിക്കുന്നില്ല. തുടക്കമെല്ലാം നാം കണ്ടിരുന്നു വലിയ രീതിയിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഈ ശശി തരൂരിനെ വിമർശിക്കുന്നത് കണ്ടിരുന്നു. ഇപ്പോൾ ഒരു നേതാക്കൾ അദ്ദേഹം വിമർശിക്കുന്നില്ല, ഒരു മൗനം പാലിക്കുകയാണ്. ശശി തരൂർ ഒരു അടഞ്ഞ അധ്യായമായി തന്നെയാണ് അവർ കാണുന്നത്. അതിൻ്റെ ഒരു തുടക്കമായിരുന്നു നാം നിലമ്പൂരിൽ കണ്ടത്. നിലമ്പൂരിൽ ശശി തരൂരിനെ പ്രചരണത്തിന് ഇറക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല, വിളിക്കുക പോലും ചെയ്തിട്ടില്ല. അദ്ദേഹം പറയുന്നുണ്ട് തുടക്കം വിളിച്ചു എന്നതുപോലെ. ഇനി അദ്ദേഹം വിളിച്ചില്ല എന്ന് പറയുമ്പോൾ ഒരു ജാമ്യം എടുക്കുന്നത് പോലെ തന്നെ വിളിച്ചു എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന മാത്രമായി ചുരുക്കി കാണുകയായിരുന്നു അന്ന് കോൺഗ്രസിന് എന്തായാലും ഇപ്പോഴുള്ള സാഹചര്യത്തിൽ വലിയ രീതിയിൽ അവർക്ക് നേതാക്കളുടെ വർധനവ് മാത്രമാണ് ഉണ്ടാകിയിരിക്കുന്നത്. അതുകൊണ്ടൊരു ശശി തരൂർ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ സഹായം കേരളത്തിൽ ആവശ്യമില്ല. പക്ഷേ കേന്ദ്രത്തിലേക്ക് പോകുമ്പോഴാണ് ഇത് വലിയ രീതിയിൽ കോൺഗ്രസിന് തിരിച്ചടിയാകാൻ പോകുന്നത്. കോൺഗ്രസ് തന്നെയാണ് ഇദ്ദേഹത്തിന് ഒരു ഇമേജ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം വിദേശകാര്യ വിദഗ്ധനാണ്, ലോകരാജ്യങ്ങളുമായി വലിയ രീതിയിൽ ബന്ധമുണ്ട്. ഈ കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നപ്പോൾ പോലും ഈ സഹമന്ത്രിയായിരുന്നു, വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന ഒരു നേതാവ് കൂടിയാണ് ശശി തരൂർ. അങ്ങനെ കോൺഗ്രസ് വളർത്തി എടുത്ത ഒരു ഇമേജിലേക്കാണ് അദ്ദേഹം വളർന്നു കയറുന്നത്. പിന്നീട് ഇപ്പോൾ അത് കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ദേശീയ തലത്തിൽ ഇത് ബാധിക്കാമെങ്കിലും സംസ്ഥാന തലത്തിൽ ഇത് വലിയ രീതിയിൽ പ്രതിസന്ധിയൊന്നും ഉണ്ടാക്കില്ല. ശ്രീത് പറഞ്ഞ കറക്റ്റാണ്. കോൺഗ്രസ് വളർത്തിയെടുത്ത ഒരു നേതാവാണ് ശശി തരൂർ. ഒരു പക്ഷേ ആദ്യത്തെ 2 തവണ, അതായത് മോദി അധികാരമേറ്റ 2 തവണയും മോദി വിമർശിച്ചിരുന്ന, ഏറ്റവും നന്നായിട്ട് വിമർശിച്ചിരുന്ന ഒരു നേതാവ് കൂടി. അല്ല, മോദിക്ക് മുൻപേ ഇദ്ദേഹം കേരളത്തിൽ മത്സരിക്കുകയാണ്. 2009 ഇദ്ദേഹം മത്സരിക്കുന്നത്. മോദി വരുന്ന 2014. അങ്ങനെ കോൺഗ്രസ് തന്നെയാണ് കൃത്യമായി ഇദ്ദേഹത്തെ ഒരു സ്ഥലം കണ്ടെത്തി നൽകുന്നു, തിരുവനന്തപുരം കണ്ടെത്തി നൽകുന്നു, അവിടെ നിന്ന് മത്സരിപ്പിക്കുന്നു, വിജയിക്കുന്നു. 2014 കാലഘട്ടത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ BJP വലിയ ഒരു ആക്രമണമാണ് അഴിച്ചുവിടുന്നത്. ആ ആക്രമണം വലിയ രീതിയിൽ തന്നെ കേരളത്തിൽ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് രാജഗോപാലിൽ നിന്ന് വെറും 16,000 വോട്ടിനായിരുന്നു അന്ന് ശശി തരൂർ ജയിക്കുന്നത്, രാജഗോപാൽ പരാജയപ്പെടുന്നത്. അത് ആ സമയത്തെല്ലാം ശശി തരൂരിനെ കൃത്യമായി വേട്ടയാടാൻ BJPക്ക് കഴിഞ്ഞിരുന്നിട്ടുണ്ട്. പക്ഷെ ആ BJPയിലേക്കാണ് ഇപ്പോൾ ശശി തരൂർ ചേക്കേറാൻ പോകുന്നത്. 2 തവണ എപ്പോഴും മോദിയെ ഇത്തരത്തിൽ വിമർശിച്ചിരുന്ന തരൂർ ഒരു 3ാം തരംഗത്തിലേക്ക് എത്തിയപ്പോഴാണ് മോദിയോടുള്ള ഒരു അഭേദ്യമായ ഒരു ബന്ധം അവിടെ കാണിക്കുന്നത്. ഒരു പക്ഷേ വർക്കിംഗ് കമ്മിറ്റി അംഗമാണെങ്കിലും പ്രത്യേകിച്ചിട്ടുള്ള ചുമതലകളൊന്നും തരൂർ നൽകിയില്ല എന്നുള്ളൊരു വിമർശനം അല്ലെങ്കിൽ എന്നൊരു നീരസം തരൂരിനുണ്ടായിരുന്നു. മാത്രമല്ല പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ചുമതലയിൽ നിന്നും തരൂരിനെ മാറ്റിയതും യൂത്ത് കോൺഗ്രസിന്റെ ചുമതല വേണമെന്ന തരൂരിന്റെ ആവശ്യം തള്ളിയതും ഈ ഒരു അഭിപ്രായ ഭിന്നതയ്ക്ക് ഒരു പക്ഷേ സാധ്യമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം കോൺഗ്രസിനെ ഇത്രയേറെ ഇട്ടുകുത്തുന്നത്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കോൺഗ്രസിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിൽ നിന്നുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് ഇത്തരത്തിൽ കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ അത് ശരിക്കും കേന്ദ്ര നേതൃത്വത്തെ മാത്രമല്ല കേരളത്തിലും ഇത് വല്ലാണ്ട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം എനിക്ക് തോന്നി ഇത് തരൂരിൻ്റെ ഒരു വല്ലാത്ത തന്ത്രമായിരിക്കും. കാരണം തരൂരിന് സ്വന്തമായിട്ട് കോൺഗ്രസിൽ നിന്ന് പുറത്തായാൽ അത് തരൂരിൻ്റെ ഒരു വ്യക്തിത്വത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തെ വല്ലാണ്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. തരൂര് സ്വന്തമായിട്ട് ഇറങ്ങിയാൽ ബാധിക്കും. പക്ഷെ തരൂരിനെ അതിനുള്ള കാരണം ഇത് ഇത്രയേ ഉള്ളൂ. കൂറുമാറ്റ നിരോധന നിയമമുണ്ട്. അതുപ്രകാരം അദ്ദേഹം പാർട്ടി ഉപേക്ഷിച്ച് മറ്റു പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് 6 വർഷം വരെ മത്സരിക്കാൻ കഴിയില്ല. ആ രീതിയിലേക്ക് ഒരു രാഷ്ട്രീയപരമായ വലിയ തിരിച്ചടിയാവും. അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം നിരന്തരം നന്നായിട്ട് കോൺഗ്രസിനെ ഇട്ട് കുത്തി എങ്ങനെ കോൺഗ്രസ് തരൂരിനെ പുറത്താക്കണം, തരൂരിനെ കോൺഗ്രസ് പുറത്താക്കണം, ആ രീതിയിലാണ് തരൂർ ഇപ്പൊ ഡെയിലി വിമർശനങ്ങൾ നടത്തുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ഇറങ്ങി പോകാനും പറ്റില്ല. എന്നാൽ കോൺഗ്രസ് ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് ഒരു കാലത്തും പുറത്താക്കില്ല, ഞങ്ങൾ ഇത് അവഗണിക്കുന്നു എന്നുള്ളൊരു നിലപാട് കോൺഗ്രസ്. കാരണം കോൺഗ്രസ് ഇദ്ദേഹത്തിനെ പുറത്താക്കിയാൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഇപ്പൊ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും. ഒരു രാഷ്ട്രീയ പാർട്ടി കൃത്യമായ നിലപാടെടുത്താൽ മാത്രമേ ജനങ്ങൾ കൂടെ നിൽക്കുകയുള്ളൂ. കാരണം നാം നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അൻവർ വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാൻ നോക്കി. അപ്പോൾ മുസ്ലിം ലീഗ് അടക്കം
അടക്കമുള്ളവർ കോൺഗ്രസിനെ വിമർശിക്കുകയാണ്. അൻവറിനെ പോലെ ഒരു നേതാവിനെ എന്തുകൊണ്ട് നിങ്ങൾ പാർട്ടിയിൽ ഉൾപ്പെടുത്തിയില്ല, അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ കോൺഗ്രസ് പരാജയപ്പെടുമെന്ന രീതിയിലേക്കുള്ള ചർച്ച തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ കൃത്യമായ നിലപാടെടുത്ത് ജനങ്ങളോടൊപ്പം നിന്നാൽ ജനങ്ങൾ അംഗീകരിക്കും. എത്ര നാൾ കോൺഗ്രസിന് ഈ ശശി തരൂരിനെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയും? കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വിചാരിക്കില്ലേ, കോൺഗ്രസിന്റെ MP ആയിരിക്കുന്നു, BJPക്ക് അനുകൂലമായി സംസാരിക്കുന്നു, എന്നിട്ടും എന്തുകൊണ്ട് കോൺഗ്രസ് നടപടി എടുത്തില്ലെന്ന് ആ പ്രവർത്തകർ തന്നെ ചിന്തിക്കും. ആ പ്രവർത്തകരോട് എത്ര നാൾ മറുപടി പറയാൻ കഴിയും? അതുകൊണ്ട് കൃത്യമായി തന്നെ അടിയന്തരമായി പുറത്താക്കുക. ഈ നിലമ്പൂരിൽ അൻവറിനോട് എടുത്ത ആ ധൈര്യം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനെതിരെ എടുക്കണം. അതെ, അൻവർ എന്ന് പറയുന്ന ഒരു LDF പിന്തുണയുള്ള ഒരു നേതാവ് കൂടിയാണ്. കാരണം അൻവറിന്റെ എന്ത് ഇതായാലും അത് കോൺഗ്രസ് തീരുമാനിക്കാം. പക്ഷെ അതുപോലല്ല ശശി തരൂരിന്റെ കാര്യം. ശശി തരൂർ കോൺഗ്രസിന്റെ MP തന്നെയാണ്, കോൺഗ്രസിൽ നിൽക്കുന്ന നേതാവാണ്. അപ്പം അത് പുറത്താക്കുമ്പോൾ കോൺഗ്രസ് കുറച്ചുകൂടി ചിന്തിക്കേണ്ടിയിരിക്കണം. മാത്രമല്ല ഇപ്പോൾ അദ്ദേഹം പറയുന്ന ആദ്യം പറഞ്ഞു ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ളവയാണ്. അത് ജനങ്ങളുടെ ഇടയിൽ കുറച്ചുകൂടി ഇദ്ദേഹത്തിന് ഒരു ആരാധന ഉണ്ടാക്കാൻ സാധ്യമായിട്ടുണ്ട്, പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ, യുവതികളുടെ ഇടയിൽ. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിനെ പെട്ടെന്ന് പുറത്താക്കുകയാണെങ്കിൽ അത് ഒരു പക്ഷേ ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ കൃത്യത, പക്ഷെ ഇപ്പൊ ഈ അടുപ്പിച്ച് 2-3 ദിവസമായിട്ട് പറയുന്നത് ഒരു കൃത്യതയും ഇല്ലെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് തന്നെ നെഗറ്റീവ് ഇതുണ്ടാക്കുമ്പോൾ ഒരു പക്ഷേ അവസാന ഘട്ടത്തിൽ അപ്പൊ ജനം തന്നെ ഒരു വിധി വരുമല്ലോ, ഇയാൾക്ക് വട്ടാണ് അല്ലെങ്കിൽ ഇയാൾ എന്താണ് ഈ പറയുന്നത്, തരൂരിന് തന്നെ എതിരായിട്ട് വരുന്ന ഒരു ജനരോഷം വരും. ആ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ കോൺഗ്രസ് പുറത്താക്കും. അല്ലാതെ ജനങ്ങളുടെ ഒരു ഇതില്ല എന്നുണ്ടെങ്കിൽ, ജനങ്ങൾ തരൂരിനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഒരിക്കലും പുറത്താക്കത്തില്ല. അത് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് നമ്മുടെ കേരളത്തിലായിരിക്കും. കേരളത്തിൽ ഒരു പക്ഷേ നന്നായിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിക്കുക. അത് ഒരു പക്ഷേ ഇടതുപക്ഷം അത് പൊക്കിയെടുത്ത്, ഇടതുപക്ഷം മാത്രമല്ല BJP ഉൾപ്പെടെ പൊക്കിയെടുത്ത് കോൺഗ്രസിനെതിരെ അത് തിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമോശം കോൺഗ്രസ് കാണിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തന്നെയാലും ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ ഇപ്പൊ 2 ദിവസമായിട്ട് മുരളീധരനൊക്കെ ആണെങ്കിൽ ഇന്നലെ അതിനെ ഒരു വലിയ വിശ്വം ആണെന്നുണ്ടെങ്കിൽ വിശ്വത്തിന്റെ കാര്യം നോക്കുക, കേരളത്തിന്റെ കാര്യം നോക്കാൻ എന്താണ് ഇവിടെ നേതാക്കളുണ്ട്, വിറക് വെട്ടിയും വെള്ളം കോരിയും കഷ്ടപ്പെടുന്ന, കേരളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന നേതാക്കളുണ്ട്. മുഖ്യമന്ത്രി അങ്ങനെയുള്ളവർക്കാണ് കൊടുക്കേണ്ടത്, അല്ലാതെ വല്ലപ്പോഴും വന്ന് കാണുന്ന തരൂരിനല്ല എന്നുള്ളത് മുരളീധരൻ അദ്ദേഹത്തിന്റെ ഭാഷയെ വിമർശിച്ചിരുന്നു. അതുപോലെ VD സതീശൻ പറഞ്ഞു എനിക്ക് പറയാനുണ്ട്, പക്ഷേ കേന്ദ്രത്തിലെ ആളായതുകൊണ്ട് അവർ അത് വേണ്ടുന്ന കാര്യം തീരുമാനിച്ചോളൂ, ഞാൻ അത് പറഞ്ഞു, പക്ഷെ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിലെ ആൾക്കാർ, കോൺഗ്രസ് നേതാക്കന്മാർ അതങ്ങ് ഒഴിവാക്കി വിടുവാണ്, നിസ്സാരവൽക്കരിച്ച് വിടുക. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ജനങ്ങളും കുറച്ച് കഴിയുമ്പോൾ തരൂരിനെ അങ്ങ് തഴയും. കാരണം അവിടെയില്ല ഇവിടെ ഇല്ലാത്ത രീതിയിൽ തരൂരിൻ്റെ ആവശ്യം കോൺഗ്രസ് പുറത്താക്കണമെന്ന്, എന്നാൽ കോൺഗ്രസിൻ്റെ ആവശ്യം തന്നെ ഒഴിഞ്ഞു പോകണമെന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. ബുദ്ധിപൂർവ്വമാണ് കോൺഗ്രസ് നിൽക്കുന്നത്, അല്ലാതെ തരൂരിനെ ഇനി അങ്ങ് കൊണ്ടുവന്ന് വലിയ അതാണ് തുടക്കം സൂചിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ആ കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിനുശേഷം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം അനാവശ്യമായിട്ടുള്ള, അത് കഴിഞ്ഞിട്ട് ഇന്നും വേറൊരു മോദിയുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം ഉണ്ടാകുന്നു. അങ്ങനെ നിരന്തരം പരാമർശം ഉണ്ടാകുമ്പോൾ ഇത് പ്രതിസന്ധിയിൽ ഉണ്ടാക്കുന്നത് അത് അണികളെയാണ്. ഇദ്ദേഹത്തിനായി പോസ്റ്റർ ഒട്ടിച്ചും അതോടൊപ്പം തന്നെ മുദ്രാവാക്യം വിളിച്ചും വീടാന്തരം കയറി വോട്ട് ചോദിച്ച ആ പ്രവർത്തകരോട് കോൺഗ്രസിന് അവസാന ഘട്ടത്തിൽ മറുപടി ഇല്ലാതാകും. എത്ര നാൾ ഇദ്ദേഹത്തിന് എവിടെ നിർത്താൻ കഴിയും? ആദ്യം പറഞ്ഞതുപോലെ ഇപ്പൊ ശശി തരൂർ എന്ന നേതാവിന് വേണ്ടുന്ന സ്ഥാനം നൽകി ഈ വിശ്വപൗരൻ എന്നുള്ളൊരു സ്ഥാനം തന്നെ കൊടുത്ത കോൺഗ്രസ് ആണ്. അപ്പൊ ആ ഒരു ഇതുപോലും വില പോലും നോക്കാതാണ് തരൂർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. അപ്പം സോണിയാഗാന്ധി വിളിച്ചു വരുത്തിയ ഒരു മനുഷ്യനാണ്, കോൺഗ്രസ് എടുത്ത് തലയിൽ വെച്ച ഒരു മനുഷ്യനാണ്. അപ്പൊ ആദ്യം പറഞ്ഞതുപോലെ വേണ്ടുന്ന സ്ഥാനമാനങ്ങളൊക്കെ കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അധികാരത്തിലില്ലാത്ത സ്ഥാനമാനങ്ങൾ മാത്രമല്ല, ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം എന്തായാലും ഈ തീരപ്രദേശങ്ങളിൽ പോയി പോസ്റ്റർ ഒട്ടിയില്ലല്ലോ, മുദ്രാവാക്യം വിളിക്കില്ലല്ലോ, വീടാന്തരം നോട്ടീസ് കൊടുത്താൽ മാത്രമല്ല വോട്ട് ചെയ്യുള്ളൂ. കൃത്യമായ പ്രവർത്തനമില്ലാതെ പുതുതായി വോട്ട് ചേർക്കുക. അതോടൊപ്പം തന്നെ അതാണ് പറഞ്ഞത്, ഈ പ്രവർത്തകർ ഇത്രയും അധികം പ്രവർത്തിച്ചിട്ട് പോലും അദ്ദേഹം ആ പ്രവർത്തകരോടാണ് കോൺഗ്രസ് മറുപടി പറയാനുള്ളത്. നിങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥി നമ്മുടെ പാർട്ടിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു, എന്നിട്ടും എന്തുകൊണ്ട് ഈ പാർട്ടിയിൽ തന്നെ ഇദ്ദേഹത്തെ വച്ചു പൊറുപ്പിക്കുന്നു എന്ന ചോദ്യം വരുമ്പോൾ കോൺഗ്രസിന് മറുപടി ഇല്ലാതെ പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിലാവും, പക്ഷെ ജനങ്ങൾക്ക് അത് മനസ്സിലാകണമെന്നില്ലല്ലോ. തരൂരിനെ പറ്റി ഒരു വല്ലാത്ത ജനപിന്തുണ തരൂരിനുണ്ട്, അതുകൊണ്ട് ജനങ്ങൾക്ക് അത് മനസ്സിലാവണമെന്നില്ല. അത് പതുക്കെ മനസ്സിലാവും. ആ ഘട്ടത്തിൽ ഒരു പക്ഷേ കോൺഗ്രസ് ശക്തമായ ഒരു നിലപാടെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഇതിപ്പോൾ തരൂരിനെ പറ്റി ആദ്യം പറഞ്ഞതുപോലെ വല്ലാത്ത ഒരു സ്ഥാനമാനങ്ങളൊക്കെ കോൺഗ്രസ് കൊടുത്തതിന്റെ ഫലമാണ് ഇപ്പോൾ തരൂർ
തിരിച്ച് കോൺഗ്രസിന് ഇട്ട് കൊട്ടുന്നത്. അതായത് നന്ദിയില്ലായ്മ എന്ന് തന്നെ പച്ച മലയാളത്തിൽ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ അപ്പുറത്ത് ചാടിയാലും ഇതൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ സംഭവിക്കുന്നത്. പക്ഷേ തരൂരിന് ചില സ്ഥാനമാനങ്ങൾ കൊടുത്ത് തരൂർ അത് വേണ്ടുന്ന രീതി വിനിയോഗിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, തരൂരിന് വേറെ ചില കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പക്ഷെ അതെന്തായാലും ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് കൊടുക്കാൻ പറ്റില്ലല്ലോ, അത് ഭരണപക്ഷത്തേക്ക് വരണം. ഏതായാലും തരൂർ ഈ നടത്തുന്ന വിമർശനങ്ങൾ ഇപ്പോൾ ചിലപ്പോഴെങ്കിലും ചില സോഷ്യൽ മീഡിയയിലെങ്കിലും ഒക്കെ നമ്മൾ കമൻറ്റുകൾ വായിക്കുമ്പോൾ ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.